ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നമുക്ക് 2025നോട് വിട പറയാൻ സമയമായിരിക്കുന്നു. 2026നെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്ക് വരവേൽക്കാം. ഏതായാലും ലോകത്ത് ന്യൂ ഇയർ പിറന്നു കഴിഞ്ഞു. നമുക്ക് അല്പം വൈകിയാണെങ്കിലും ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3 മണിയോട് കൂടി തന്നെ ന്യൂസിലാൻഡിൽ കരീബത്തിൽ ഒക്കെ ന്യൂ ഇയർ പിറന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളിലേക്കാണ് ഗുഡ് ഈവനിങ് കേരളം ഇനി പോകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അഷിത ചേരുന്നുണ്ട്. അഷിത, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് വിനിഷ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം. 2026നെ പുത്തൻ പ്രതീക്ഷകളോടെയാണ് ലോകം വരവേറ്റിരിക്കുന്നത്. പതിവ് പോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ ചെറിയ ദ്വീപ് രാജ്യമായ കിരിബാത്തിയിലാണ് ആദ്യമായി 2026 പിറന്നിരിക്കുന്നത്. വിനിഷ പറഞ്ഞതിൽ തെറ്റുണ്ട്. 2026നെ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 ജനങ്ങള് കിരിബാത്തിയിൽ പുതുവർഷം എത്തിയത്. 3 മണിക്കായിരുന്നില്ല, 3:30 എത്തിയത്. ഓക്കെ. കിരിബാത്തിക്ക് പിന്നാലെ തന്നെ ചെറിയ സമയ വ്യത്യാസത്തിൽ ന്യൂസിലാൻഡിലെ ചാറ്റൻ ദ്വീപിലും അവിടുത്തെ ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാനിലും ചൈനയിലും എല്ലാം എത്തിയ ശേഷമാണ് ഇന്ത്യയിലെ ജനങ്ങൾ 2026നെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. എത്തവണയും പോലെ തന്നെ പുത്തൻ പ്രതീക്ഷകളോടെയും അതുപോലെ തന്നെ വൻ ആഘോഷങ്ങളോടെയും കൂടിയാണ് 2026നെ ഇന്ത്യയിലെ ജനങ്ങൾ നമ്മളെല്ലാവരും വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ഏറ്റവും അവസാനമായിട്ട് പുതുവർഷത്തുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപിലാണ് 2026 അവസാനം എത്തുക. വിനിഷ, ഏതായാലും ഹാപ്പി ന്യൂ ഇയർ അഷിത. നല്ല തുടക്കമാകട്ടെ. കൈരളി കുടുംബത്തോടൊപ്പം ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് ഉയരത്തിലേക്ക് എത്താനൊക്കെ അഷിതയ്ക്ക് പറ്റട്ടെ. ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി.